ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഈ ഒരു രീതിക്ക് പേപ്പർ വെച്ചിട്ടാണ് ഈ ഒരു ഡ്രോയിങ് ചെയ്യുന്നത്. അപ്പം ഇങ്ങനെ വെച്ചാൽ നമുക്ക് വരയ്ക്കാനായിട്ട് സാധിക്കത്തുള്ളൂ ഈ ഒരു ഡ്രോയിങ്. കാരണം വെച്ചാൽ ആ ഒരു ഫോട്ടോയുടെ ആ സൈസും അല്ലെങ്കിൽ ആ ഫോട്ടോയിൽ വന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് അതേപോലെ തന്നെ ഇങ്ങോട്ട് വരച്ചെടുക്കണമെങ്കിൽ ലാൻഡ്സ്കേപ്പായിട്ട് ഇങ്ങനെ വെച്ചാൽ നമുക്ക് പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാനിങ്ങനെ വരയ്ക്കുന്നത്. പിന്നെ നമ്മൾ നേരെ വെച്ച് വരയ്ക്കുന്ന സമയത്ത് നമുക്ക് കുറേ കാര്യങ്ങളൊക്കെ മിസ്സായി പോവും, അല്ലെങ്കിൽ നമുക്ക് എല്ലാ ഭാഗമൊന്നും ഉൾക്കൊള്ളിച്ച് വരയ്ക്കാനായിട്ട് സാധിക്കണമെന്ന് നിർബന്ധമില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ രീതിക്ക് വരയ്ക്കുന്നത് കേട്ടോ. പിന്നെ പറയുന്ന കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു ഡ്രോയിങ് കുറച്ചൊന്ന് ടാസ്ക് ആയിരിക്കും. അപ്പോൾ എനിക്കും ടാസ്ക്കാണ്, നിങ്ങൾക്കും ടാസ്ക് ആയിരിക്കും. കാരണം വെച്ചാൽ ഇതിൽ ഫേസിൽ നമുക്ക് കുറേ കാര്യങ്ങളൊക്കെ വരയ്ക്കാനുണ്ട്, ഷെയ്ഡ് ചെയ്യാൻ നല്ല രീതിക്കുണ്ട്. അപ്പോൾ നല്ല രീതിക്ക് ഷെയ്ഡ് ചെയ്യാനൊക്കെ അറിയത്തില്ലാത്ത ആൾക്കാരാണെങ്കിൽ ഈ ഒരു ഡ്രോയിങ് ചെയ്യാൻ വേണ്ടി കുറച്ചൊന്ന് ബുദ്ധിമുട്ടാൻ ചാൻസ് ഉണ്ട്. കാരണം ഇതിനകത്ത് നമുക്ക് കൂടുതലായിട്ടും ഷെയ്ഡിങ്ങാണ് വരുന്നത്. കണ്ണിൻ്റെയൊക്കെ ആ ഭാഗത്ത് നല്ല രീതിയിൽ ഷെയ്ഡിങ് വരുന്നുണ്ട്. അതുപോലെ ചുണ്ടിൻ്റെ ആ ഭാഗത്തൊന്നും ശരിക്കും നമുക്ക് കാണത്തില്ല. അവിടെയൊക്കെ നല്ല ഷെയ്ഡിങ് ഉണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ എന്ത് ഡ്രോയിങ്ങാണ് നമ്മൾ ശ്രമിച്ച് നോക്കുക. നമ്മൾ ശ്രമിച്ച് നോക്കിയിട്ട് പരാജയപ്പെട്ടാലും കുഴപ്പമില്ല. നമ്മൾ ശ്രമിച്ച് നോക്കിയില്ലോ എന്നുള്ളൊരു കാര്യം നമുക്ക് മനസ്സിലാവുണ്ടാവും. അതേസമയം നമ്മൾ വെറുതെ കാണുന്ന സമയത്ത് തന്നെ ആ ഡ്രോയിങ് ബുദ്ധിമുട്ടാണെന്ന് കരുതി നമ്മൾ മാറി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ആ ഡ്രോയിങ് ഒരിക്കലും ചെയ്യാണ്ട് സാധിക്കില്ല. അതേ വലിയ ഡ്രോയിങ്ങൊക്കെ നമുക്ക് പിന്നീട് ചെയ്യേണ്ട ഒരവസ്ഥ വരുന്ന സമയത്ത് നമുക്ക് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ഡ്രോയിങ്ങൊക്കെ നമ്മൾ കാണുന്ന സമയത്ത് ശ്രമിച്ച് നോക്കുക. എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. തെറ്റി പോവുകയാണെങ്കിൽ തെറ്റി പോയിക്കോട്ടെ, നമുക്ക് വീണ്ടും ഒന്നുകൂടെ ശ്രമിക്കാനുള്ളൊരു ടൈം ഉണ്ടല്ലോ എന്ന് കരുതിയിട്ട് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നിങ്ങൾ വരയ്ക്കുന്ന സമയത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചോളൂ, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു ഡ്രോയിങ് കുറേ ആയി ചോദിക്കുന്നു ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം നമുക്ക് നല്ലൊരു ഇമേജ് കിട്ടാഞ്ഞിട്ടാണ് ഞാൻ കുറച്ച് ലേറ്റായി ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ വേറെ നമ്മൾ ഡ്രോയിങ് ചെയ്യുന്നുണ്ടായിരുന്നല്ലോ, അപ്പോൾ അതൊക്കെ ഫിനിഷ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടാണ് ഈ ഒരു ഡ്രോയിങ്ങിലേക്ക് നമുക്ക് എത്താൻ കുറച്ച് ലേറ്റായത്. നമ്മൾ നോക്കുന്ന സമയത്തെല്ലാം എന്താ പറയുക, കുറേയൊക്കെ ക്ലാരിറ്റി വളരെ കുറവായിരുന്നു, അല്ലെങ്കിൽ ഫേസ് നല്ല രീതിക്ക് കാണാത്ത ഫോട്ടോസൊക്കെയാണ് ഈ കിട്ടിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടൊക്കെയാണ് നമ്മൾ ഈ ഡ്രോയിങ് ലേറ്റായത്. നമുക്ക് നല്ല ഇമേജ് കിട്ടിയാലേ നമുക്ക് നല്ല രീതിയിൽ ഡ്രോയിങ് ചെയ്യാനും സാധിക്കത്തുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കി എടുക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് ഒരുപാട് ഷെയ്ഡിങ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഷെയ്ഡ് ചെയ്യേണ്ട ഭാഗത്തുനിന്ന് ഞാൻ ഔട്ട്ലൈൻ ഇട്ട് പോകുന്നില്ല. അവിടെ നമ്മൾ ഒഴിവാക്കിയാണ് പോകുന്നത്. നമുക്ക് അവിടെ ഷെയ്ഡ് ചെയ്യുന്ന സമയത്ത് ആ ഭാഗം ഫില്ല് ചെയ്ത് പോയാൽ മതി. നമ്മളിപ്പോൾ അവിടെ ഔട്ട്ലൈൻ ഇട്ടാലും നമുക്ക് പിന്നെ അത് മായ്ക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ട് ഞാൻ ബാക്കിയുള്ള ഭാഗം നമുക്ക് അല്ലാത്ത ഭാഗങ്ങളൊക്കെ നമ്മൾ ഔട്ട്ലൈൻ ഇട്ട് പോവുകയാണ് ചെയ്യുന്നത്.